നമസ്കാരം, ഞാൻ ഷാജി മഞ്ചേരി. SM വീഡിയോയുടെ ക്രൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള പൂങ്കുളത്തുമനയിലെ കൊലയറയിലെ കൊലപാതക പരമ്പരകളെ കുറിച്ചാണ് ഇന്നത്തെ ക്രൈം സ്റ്റോറിയിൽ ചർച്ച ചെയ്യുന്നത്. വളരെ ഉദ്വേഗം ജനിപ്പിക്കുന്ന അന്വേഷണം നടത്തി കൊലപാതകിയെ കണ്ടെത്തി കൊലപാതകി ആരെന്നറിഞ്ഞപ്പോൾ സമൂഹം മുഴുവൻ ഞെട്ടിപ്പോയ ഒരു സംഭവത്തിന്റെ അവതരണമാണ്. പൂങ്കുളത്തുമനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരി വിവാഹം കഴിഞ്ഞു, വേളി കഴിഞ്ഞു. മൂന്നാം ദിവസം ആ ഇല്ലത്ത് അവിടെ ആട്ടവിളക്കിന്റെ മുമ്പിൽ ഒരു കഥകളി അരങ്ങേറാൻ പോവുകയാണ്. കഥകളിയിൽ ദുര്യോധനവധം കഥകളിയിൽ കൃഷ്ണനായിട്ട് വേഷപ്പെടുന്നത് ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ അനുജനായിട്ടുള്ള ദേവദത്തൻ നമ്പൂതിരിയാണ്. അതിനുള്ള ആട്ടക്കാരൊക്കെ വന്നു, ചമയങ്ങളൊക്കെ ഒരുങ്ങി, പൊയ്മുഖങ്ങളൊക്കെ എടുത്തു വെച്ചു. എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പാണ്. ഉച്ചവരെ ആ മനയിൽ ദേവദത്തൻ നമ്പൂതിരി അതിനെല്ലാം വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തി മുന്നേറിക്കൊണ്ടിരുന്നു. വൈകുന്നേരമായി ഇപ്പോൾ ഒരുക്കങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുന്നത് ബ്രഹ്മദത്തൻ നമ്പൂതിരിയാണ്. ഒരുക്കങ്ങളിലെ പരിസമാപ്തി കഥകളിയായിട്ട് മാറാൻ പോകുന്ന 11 മണിയായി രാത്രി. അപ്പോഴാണ് ബ്രഹ്മദത്തൻ നമ്പൂതിരി പറയുന്നു, ദേവദത്തൻ നമ്പൂതിരിയെ കാണാനില്ല. ഉച്ചവരെ ഇല്ലത്തുണ്ടായിരുന്നതാണ്, എവിടെ പോയെന്നറിയില്ല. കളിയോഗംകാരും കരക്കാരും കഥകളി കാണാൻ വന്നവരൊക്കെ നിരാശരായി. എല്ലാവരും ഈ ദേവദത്തൻ നമ്പൂതിരിയുടെ ശ്രീകൃഷ്ണനെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇല്ലത്തിന്റെ കാര്യസ്ഥനായ രാമൻ നായരെ കൊണ്ട് ശ്രീകൃഷ്ണന്റെ വേഷം ചെയ്യിക്കാം എന്ന് ബ്രഹ്മദത്തൻ നമ്പൂതിരി പറഞ്ഞു. കാരണം അനുജൻ ഇങ്ങനെ ഇടയ്ക്കിറങ്ങി പോകുന്നതാണ്, അങ്ങനെ പോയിട്ട് എപ്പോഴെങ്കിലും ഒക്കെയാണ് വരുന്നത്, അതുകൊണ്ട് കഥകളി മുടക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ കളിയോഗക്കാരും ആ കലാസ്വാദകരും ദേവദത്തൻ നമ്പൂതിരിയുടെ കൃഷ്ണൻ അല്ലെങ്കിൽ കഥ കളിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ കളിയോഗം വിട്ടു പോവുകയാണ്. അങ്ങനെ ആട്ടവിളക്കണഞ്ഞു. പിറ്റേ ദിവസം ഈ കളിയോഗക്കാരെല്ലാവരും കൂടെ വന്ന് ദേവദത്തൻ നമ്പൂതിരി എത്തിയോ എന്ന് അന്വേഷിച്ചു. അപ്പോഴും ബ്രഹ്മദത്തൻ നമ്പൂതിരി പറഞ്ഞു, അവനിങ്ങനെ ഇടയ്ക്ക് വല്ലയിടത്തോട്ടൊക്കെ പോകുന്നതാണ്, അങ്ങനെ പോയിട്ടുണ്ടായിരിക്കാം, ഏതായാലും കൂടുതലായിട്ടൊന്നും തിരക്കണ്ട, അവൻ വരും എന്ന് പറഞ്ഞു. പക്ഷേ കളിയോഗക്കാർക്കൊരു സംശയം. അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയും അന്നത്തെ പോലീസ് സൂപ്രണ്ടായിരുന്ന ദേവനാഥവർമ്മയോട് ഇങ്ങനെ മനയിലെ ദേവദത്തൻ നമ്പൂതിരിയെ കാണാനില്ല എന്നും 2 ദിവസമായിട്ട് അന്വേഷിച്ചിട്ട് കണ്ടെത്തുന്നില്ല എന്നും പറഞ്ഞു. അതിന്റെ ഫലമായിട്ട് ഈ ദേവനാഥവർമ്മ നേരെ ഈ മനയിലേക്ക് എത്തുകയാണ്. അവിടെ വരുമ്പോ അവിടെ ആ ബ്രഹ്മദത്തൻ നമ്പൂതിരിക്ക് ഈ അന്വേഷണത്തോട് പ്രത്യേക താല്പര്യമൊന്നുമില്ലാതെ തന്റെ ഇല്ലത്ത് ആദ്യമായിട്ട് പോലീസ് വന്നതിൽ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് ആ കോച്ചിയിൽ കിടക്കുകയാണ്. പോലീസ് ഇൻസ്പെക്ടർ ദേവനാഥവർമ്മ അയാളോട് പല കാര്യങ്ങളും ചോദിച്ചെങ്കിലും എല്ലാത്തിനും നിഷേധാത്മകമായ മറുപടിയാണ്. അവസാനം ഈ ഇല്ലത്ത് അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് അടിച്ചുതല്ലുകാരി ആ ഇല്ലത്തിന്റെ അല്ലെങ്കിൽ ആ മനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് ചില കാര്യങ്ങൾ പറയുന്നത്. അയാൾ പോകുന്നു. പിറ്റേ ദിവസം ദേവനാഥവർമ്മ വലിയൊരു പോലീസ് സംഘവുമായിട്ട് ഇല്ലത്തേക്ക് വീണ്ടും മനയിലേക്ക് വീണ്ടും വരികയാണ്. ആ മനയിലേക്ക് വന്ന് ഈ ബ്രഹ്മദത്തൻ നമ്പൂതിരിയോട് പറയുന്നു, ഞങ്ങൾക്ക് ഈ വീടൊന്ന് പരിശോധിക്കണം. അപ്പൊ ബ്രഹ്മദത്തൻ നമ്പൂതിരി പറഞ്ഞു, ഇല്ല, നടക്കില്ല, കാരണം ഈ വീട്ടില് വെച്ചാരാധനകളും മറ്റും ഉള്ളതാണ്, പോലീസുകാർക്ക് കയറിവരങ്ങാനുള്ളതല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കോടതിയുടെ ഉത്തരവുണ്ട്, മാത്രമല്ല ഈ വീട്ടിലെ ചില ആളുകളെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യണം, താങ്കളുടെ വേളിയെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യണം. അപ്പോൾ അതിൽ ക്ഷുഭിതനായ ബ്രഹ്മദത്തൻ നമ്പൂതിരി പറഞ്ഞു, അവൾ ആരുടെയും മുമ്പിൽ അങ്ങനെ വന്നു നിൽക്കുന്നവളല്ല. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥൻ നിർബന്ധിച്ചു. അങ്ങനെ അവസാനം ആ വേളിക്ക് ഇവരുടെ മുമ്പിലേക്ക് വരേണ്ടി വന്നു. ബ്രഹ്മദത്തൻ നമ്പൂതിരി അകത്തോട്ട് പോയി അവരെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ വേളി നടന്ന് വളരെ സുന്ദരിയായ ശാലീനയായ അവർ വന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ദേവനാഥവർമ്മയുടെ മുമ്പിൽ നിൽക്കുകയും അല്പം വെള്ളം വേണമെന്ന് പറയുകയും ഉടനെ വായിൽ നിന്ന് നുരയും പതയും വന്ന് കുഴഞ്ഞു വീണ് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ മരിച്ചു വീഴുന്നു. ദേവദത്തൻ നമ്പൂതിരിയെ കാണാനില്ല. ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ വേളിയിത വായിൽ നിന്ന് നുരയും പതയും വന്ന് താഴെ വീണ് മരിച്ചിരിക്കുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോ ബ്രഹ്മദത്തൻ നമ്പൂതിരി അതിനെ എതിർത്തു. കാരണം നിങ്ങളെ കണ്ട് ഭയന്ന് ചുഴല് വന്നാണ് അവർ മരിച്ചത്, അതുകൊണ്ട്
പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യണ്ട. പക്ഷേ പോലീസ് ഇൻസ്പെക്ടർ സമ്മതിച്ചില്ല. അദ്ദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു. വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. തുടർന്ന് അദ്ദേഹം ആ വീട് മുഴുവൻ അരിച്ചു പെറുക്കുകയാണ്. അങ്ങനെ അരിച്ചു പെറുക്കി എല്ലായിടവും പരിശോധിച്ചെങ്കിലും ഒരു ശവം അല്ലെങ്കിൽ ഒരു ജഡം അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞില്ല. പിന്നെയും മുന്നോട്ട് പോകുമ്പോഴാണ് വീടിന്റെ തളത്തിനോട് ചേർന്നുള്ള വലിയ ഭിത്തിയിൽ ഒരു 3 അടി നീളത്തിൽ ഒരു വലിയ ചുമർ ചിത്രം ഇരിക്കുന്നത് കാണുന്നു. അത് കണ്ടതോടുകൂടി ആ പോലീസ് സൂപ്രണ്ട് അവിടെ നിൽക്കുകയും ആ ചുമർ ചിത്രം എടുത്ത് മാറ്റാൻ തന്റെ കൂട്ടത്തിലുള്ള ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അവർ അതിന് ആദ്യം തയ്യാറായപ്പോൾ തടസ്സം പിടിച്ചെങ്കിലും പോലീസുകാർ ബലാത്കാരമായിട്ട് ആ ചുവർ ചിത്രം മാറ്റിയപ്പോൾ അവിടെ ഒരു ഇരുമ്പിന്റെ വലിയ വളയം കാണുകയാണ്. ആ പോലീസ് സൂപ്രണ്ട് ആ വലിയ വളയത്തിൽ പിടിച്ചൊന്ന് തിരിച്ചപ്പോൾ അതാ ആ ഭിത്തിയിൽ 3 അടി വ്യാസത്തിൽ ഒരു വലിയ ദ്വാരം, ഒരു കേവ് കാണുകയാണ്. ആ കേവിലൂടെ മുന്നോട്ട് 10 അടിയോളം താഴേക്ക് ചവിട്ടടികൾ ഇറങ്ങി ചെന്നപ്പോൾ കാണുന്ന കാഴ്ച വലിയ ഒരു അറ. ആ അറയിലേക്ക് അടികൾ വെച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ തന്നെ ദുർഗന്ധം പുറത്തേക്ക് വമിക്കുന്നുണ്ടായിരുന്നു. ആ അറയുടെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് അവിടെ ഒരാൾ മരിച്ച് കിടക്കുന്നതാണ്. ഏകദേശം അതിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. അത് ദേവദത്തൻ നമ്പൂതിരിയാണെന്ന് തിരിച്ചറിഞ്ഞു. അവിടെ നിന്ന് ആ ജഡവും എടുത്ത് പുറത്തേക്ക് പോകാനായിട്ട് തയ്യാറാകുമ്പോൾ കാണുന്ന കാഴ്ച, ആ അറയിൽ പല സ്ഥലത്തായിട്ട് പല ആളുകളുടെയും അസ്ഥികൾ കൂട്ടിയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കൂടിക്കിടക്കുന്നു. ഒരാള് മാത്രമല്ല, ആ കൊലയറയിൽ, ആ മനയിലെ കൊലയറയിൽ ഒന്നിലധികം ആളുകളെ കൊന്ന് പല സ്ഥലത്തായിട്ട് ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചരിത്രം. അതോടുകൂടി നേരെ ദേവദത്തൻ നമ്പൂതിരിയുടെ ജനവുമായി പുറത്തു വന്നു ഇയാളെ ചോദ്യം ചെയ്തു. ബ്രഹ്മദത്തൻ നമ്പൂതിരിയെ ചോദ്യം ചെയ്തു. അവസാനം ചോദ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ അദ്ദേഹം ആ ബ്രഹ്മദത്തൻ നമ്പൂതിരി തന്റെ അനുജനെ കൊന്ന കഥ പറഞ്ഞു. അനുജനും ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ ഭാര്യയും തമ്മിൽ വളരെ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. അവർ വിവാഹം കഴിക്കാനിരിക്കുകയായിരുന്നു. പക്ഷെ സ്ത്രീലമ്പടനായ ബ്രഹ്മദത്തൻ നമ്പൂതിരി ആ സ്ത്രീയുടെ സൗന്ദര്യം കണ്ടിട്ട് അനുജനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാതെ അയാൾ തന്നെ ആ സ്ത്രീയെ വേലി കഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വേലി കഴിച്ചിരുന്ന ആ സ്ത്രീയും ആ ദേവദത്തൻ നമ്പൂതിരിയും ഒരേ മനയിൽ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം, അന്നാണ് കഥകളി നടക്കുന്ന ദിവസം, ഈ ദേവദത്തൻ നമ്പൂതിരിയും തന്റെ വേലിയും തമ്മിൽ സംസാരിക്കുന്നത് കണ്ട് ക്ഷുഭിതനാകുകയും തന്റെ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് ദേവദത്തൻ നമ്പൂതിരിയെ വെട്ടിക്കൊല്ലുകയും ചെയ്തു. അത് കാണുന്ന ഒരേ ഒരാള് അദ്ദേഹത്തിന്റെ വേലിയായിരുന്നു. അവൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ എത്തപ്പെട്ടാൽ തന്റെ രഹസ്യങ്ങൾ എല്ലാം അറിയുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവളെ ചോദ്യം ചെയ്യുന്നത്. തടയാൻ ബ്രഹ്മദത്തൻ നമ്പൂതിരി തയ്യാറായാണ്. ഏതായാലും ആ മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ദേവദത്തൻ നമ്പൂതിരിയുടെ ശവം ആ കൊലയറയിൽ ആക്കിയിട്ടാണ് മറ്റു പരിപാടികൾക്കായി ബ്രഹ്മദത്തൻ നമ്പൂതിരി ഓടി നടന്നത്. പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആ ബ്രഹ്മദത്തൻ നമ്പൂതിരിയെ ശരിക്കും ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ആ വലിയ ഒരു കൊലയറയിൽ കൊല്ലപ്പെട്ട് കിടന്ന ദേവദത്തൻ നമ്പൂതിരിയുടെ കഥയുടെ ചുരുള് അങ്ങനെ അഴിയുകയും ചെയ്തു. മാത്രമല്ല, തന്റെ രഹസ്യങ്ങൾ തന്റെ ഭാര്യയിലൂടെ പോലീസിൽ എത്തുമോ എന്ന് ഭയന്നിട്ടാണ് ആ തന്റെ ഭാര്യയ്ക്ക് വിഷം കൊടുത്തത്. അത് പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ അത് ഹൃദയത്തിനും ശരീരത്തിനും ഒക്കെ ബലം കിട്ടാനും ഉറപ്പ് കിട്ടാനുമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് അവളെ കൊണ്ട് ഒരു ഔഷധമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വേലിയെ കൊണ്ട് വിഷം കുടിപ്പിച്ചത്. ഇതെല്ലാം ചോദ്യം ചെയ്യൽ ഒഴിവാക്കുകയും അങ്ങനെ ജീവപര്യന്തം ശിക്ഷ രണ്ടുപേരുടെ കൊലപാതകത്തിൽ ലഭിക്കുകയും ചെയ്തു. ഇതിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്ന് ചോദിച്ചാൽ, യവനാഥവർമ്മയോട് അടുത്തുനിൽക്കാര് പറഞ്ഞു, എൻ്റെ അമ്മയെയും 2 വർഷമായിട്ട് ഇതുപോലെ ഈ വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയും പറഞ്ഞത് ഈ മനയിൽ ഒരു കൊലയറയുണ്ടെന്നും ആ കൊലയറയിലേക്ക് ഇതുപോലെ കാമപ്രാന്തോടുകൂടി ഇയാൾ സമീപിക്കുന്ന സ്ത്രീകളെ കൊന്നിട്ട് ആ അറയിലേക്ക് തള്ളാറുണ്ടെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പറഞ്ഞു കേട്ട കാര്യം ദേവനാഥവർമ്മയോട് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ കൊലയറ അന്വേഷിച്ച് കണ്ടെത്തുകയും ദേവനാഥ വർമ്മയുടെ അന്വേഷണ ബുദ്ധിയും സാമർഥ്യവും കൊണ്ട് ആ ഇരട്ട കൊലപാതകവും അതിന് മുമ്പുള്ള കൊലപാതകവും കണ്ടെത്തുകയും അങ്ങനെ ആ നീചനായിട്ടുള്ള ആളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. ഈ ക്രൈം സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഷാജി മഞ്ചരി എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.